ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നത് വേറൊന്നും കൊണ്ടല്ല. നമ്മളെല്ലാവരും അറിഞ്ഞു കാണും ചിന്നു പാപ്പു ആത്മഹത്യ ചെയ്ത കാര്യം. അപ്പം നമുക്കെല്ലാവർക്കും, എനിക്കും ഒരുപാട് സംശയമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. കാരണം ആളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഹാപ്പി ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് പോയ ഒരു വ്യക്തിയായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം കാണും, പുള്ളിക്കാരി എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്ത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരാളുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പം അയാളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് നമ്മളൊരിക്കലും വിശ്വസിക്കരുത്. കാരണം ആൾ ഹാപ്പി ആയിട്ടാണ് പോയതെങ്കിലും അത് റിയൽ അല്ല എന്നതാണ് നമ്മളിതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഞാൻ റിയാക്ഷൻ വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് റിയാക്ട് ചെയ്യുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്നതാണ്. അപ്പം ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഹാപ്പിനെസ്, നമ്മൾ ആരാണെങ്കിലും നമ്മുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യാനേ ആഗ്രഹിക്കത്തുള്ളൂ. ആരും നമ്മുടെ നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളും ആരുമായിട്ടും ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കത്തില്ല. അതാരും ഇപ്പം ഇൻ കേസ് ഞാനാണെങ്കിൽ പോലും, കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എന്നെ അറിയാവുന്ന കുറച്ച് പേര്, എൻ്റെ വീഡിയോസ് കാണുന്ന എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. പേഴ്സണലി ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്തിട്ട്, ചേച്ചി എന്ത് ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് സങ്കടങ്ങളും വിഷമങ്ങളും കാര്യങ്ങളും, അതേപോലെ ഫിനാൻഷ്യലി ആണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും. ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും കുറേ കപ്പിൾസിൻ്റെ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ ആയിരിക്കണം, അത് കണ്ടിരിക്കണം. ഇൻ കേസ് ഞാനും പറഞ്ഞിട്ടുണ്ട് നൻസേട്ടനോട്. നൻസേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രോവേർട്ടാണ്. കാരണം എന്ന് വെച്ചാൽ വീഡിയോസ് ഞാൻ എടുക്കുന്നതിനകത്ത് എനിക്ക് എടുത്തും തരും, എനിക്ക് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം എന്താ പറയുന്നത്, അപ്പോൾ ആളോട് ഞാൻ ഫസ്റ്റിലേക്ക് അവരെ കണ്ടോ, അവരെന്ത് നല്ലോണം വീഡിയോസ് ചെയ്യുന്നത്, എന്ത് ഹാപ്പി ആയിട്ടാണ് സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഞാൻ പറയുമായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഇന്ന് മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്നുള്ളൊരു എടുത്തുചാട്ടം അല്ലെങ്കിൽ ഈ ഒരു ആത്മഹത്യ എന്ന് പറഞ്ഞ ട്രെൻഡായിട്ട് മാറി. ചിലപ്പോൾ ഒന്നും കാണത്തില്ല, ചിലപ്പം വലിയ കാര്യം വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്കത് അറിയത്തില്ല. അപ്പോൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ നമുക്കെല്ലാം ഞെട്ടിക്കുന്ന രീതിയിലുള്ളതായിപ്പോൾ ഇല്ലേ. അതുകൊണ്ട് ആരും സോഷ്യൽ മീഡിയയിലെ ലൈഫും നമ്മുടെ സ്വന്തം ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവിക്കുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ജീവിക്കുന്ന നമുക്കല്ലാതെ പുറത്തു നിന്ന് കാണുന്ന ആർക്കും മനസ്സിലാവത്തില്ല. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ആ കുട്ടിയുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതിനിപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ പോലീസുകാർ വന്ന തെളിവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, എല്ലാവരെയും ചോദ്യം ചെയ്യുന്നതെന്ന് നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ആരെയും ഇത് മിസ്ലീഡ് ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണ് ആ ലൈഫ് കൊള്ളാം, അങ്ങനെയല്ല. നമുക്ക് ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ തന്ന ഒരു ലൈഫുണ്ട്. അത് ഹാപ്പിനെസ് ആയിട്ടും കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു രീതി പോലെ ഇരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു.